ആരാ സച്ചി? ഹലോ, ഡോക്ടർ ഹർഷൻ ഹിയർ. ഹലോ ഡോക്ടർ, ഞാനാണ് സമൃദ്ധ. ഇന്ന് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. സോറി സമൃദ്ധ, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണണമായിരുന്നു. എന്താ സമൃദ്ധ? എന്റെ അസുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതാ. ഒപ്പം ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഞാനിപ്പോ വിളിച്ചത് മറ്റാരും അറിയരുത്, എന്റെ ഹസ്ബൻഡ് പോലും. എന്താണെന്ന് പറഞ്ഞാൽ? ഡോക്ടർ പറഞ്ഞില്ലേ എനിക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടോന്ന് സംശയമുണ്ടെന്ന്. അക്കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളുണ്ട്. നീ എന്താടാ പന്തം കണ്ട പെരിച്ചഴിയെ പോലെ? അർച്ചന, ഡോക്ടർ, അതെന്റെ അർച്ചനയല്ലേ? എന്റെ അർച്ചനയുടെ സ്വരം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അത് ഫോണിലൂടെ ആയാലും. സച്ചി, അർച്ചന അർച്ചന എന്ന് പറഞ്ഞ് ടാക്സി ഓടിച്ച് നടക്കുന്ന നീ ഈ ലോകം മുഴുവനുള്ള തല്ല് വാങ്ങി കൂട്ടുന്നുണ്ട്. ഇനി എന്റെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൂടി എനിക്ക് അടി വാങ്ങിച്ചു തരല്ലേ? എനിക്ക് വയ്യ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. എടോ, ഭർത്താവും കുട്ടിയേക്കുള്ള ഒരു പെൺകുട്ടിയത്. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ലീഡിംഗ് ലോയർ. ഇതൊരു പ്രത്യേക കേസാണ്. ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടി. പക്ഷേ അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അതൊന്നും ഓർക്കാൻ അവൾക്ക് പറ്റുന്നില്ല. പാവം. നീ പറഞ്ഞതുപോലെ അത് അമ്മയുടെ ഒരു തെറ്റിദ്ധാരണയാവാനാ വഴി. പക്ഷെ അമ്മ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അത് അർച്ചനയാന്ന് തന്നെയാ. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. നാളെ തന്നെ ആവണിയോട് അമ്മയ്ക്കൊരു കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ പറയണം. കണ്ണാടിയൊക്കെ ആവണി വൈകുന്നേരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രായം കൂടുന്തോറും അമ്മയ്ക്ക് അർച്ചനയെക്കുറിച്ചുള്ള വിഷമം കൂടിക്കൂടി വരിക. അതുകൊണ്ടാ കാണുന്ന സ്ത്രീകളൊക്കെ അർച്ചനയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നത്. അല്ലാതെ അർച്ചന എവിടെ നിന്ന് വരാൻ? എനിക്കതല്ല അതിശയം. കുഞ്ഞിനെയും കൊണ്ട് അവൾ എവിടേക്കാവും പോയിട്ടുണ്ടാവുക? നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇത്രയും കാലത്തിനിടയില് അവളൊരു ഫോൺ കോള് പോലും നമ്മൾ ചെയ്തിട്ടില്ല. കുറച്ചു നാളായിട്ട് എന്നെ അലട്ടുന്നൊരു ചോദ്യം അത്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് സച്ചിയോടുള്ള പിണക്കം കൊണ്ടാണ് അവൾ ഇവിടുന്ന് പോയതെന്നാ. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ അതല്ല കാരണമെന്ന് എന്റെ മനസ്സിലൊരു തോന്നല്. എന്ന് പറഞ്ഞാ എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ ചോദിച്ചാ എനിക്കതിനൊരു വ്യക്തമായ ഉത്തരം പറയാനില്ല. സച്ചിയും അവളും തമ്മിലുള്ള ആത്മബന്ധം മറ്റേതെങ്കിലും ഒരു പെണ്ണിന്റെ പേരുമായിട്ട് ചേർത്ത് പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ? സച്ചിയുടെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ എന്ന് അർച്ചനയ്ക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അവള് സച്ചിയെ അവിശ്വസിച്ചു, അല്ലെങ്കിൽ അവിശ്വസിക്കുന്നതായി ഭാവിച്ചു. എന്തുകൊണ്ട്? സച്ചി പറയുന്നത് കേൾക്കാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല. അതിനർത്ഥം അതിനു മുമ്പ് തന്നെ അവൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു എന്നല്ലേ? എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എടീ, സച്ചിയുമായിട്ട് അവളുണ്ടാക്കിയ വഴക്കുകളെല്ലാം അവൾക്ക് പോകാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അർച്ചന അങ്ങനൊരു നാടകം കളിക്കുന്ന എന്തിനാ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളറിയാത്ത എന്തോ ഒരു കാരണം അർച്ചനയുടെ ഈ ഇറങ്ങിപ്പോക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നാണ് എന്റെ ഒരു തോന്നല്. സച്ചി ഒരാളാ ഇതിനെല്ലാം കാരണം. ലക്ഷ്മിയുടെ കാര്യം സച്ചിക്ക് ആദ്യം തന്നെ അവളോട് പറയായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചെന്താ? അവന്റെ ജീവിതം ഇല്ലാതെ
അവളുടെ കുഞ്ഞിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മുവിന്റെയും ഇന്ദുവിന്റെയും പ്രായമാനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം വരുന്ന പോലെ വരട്ടെ. മോള് പേടിച്ചോ? അമ്മ പെട്ടെന്ന് വേറെന്തോ ഓർത്തു പോയതാ. സോറി മോളെ, നമുക്ക് കിടക്കാം കേട്ടോ. കരയില്ലേടാ, അമ്മ സോറി പറഞ്ഞില്ലേ? വാ കിടക്കാം. അറിയിക്കട്ടോ.